കേരളത്തിലെ സ്വർണ്ണ വ്യാപാരികളുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ തെറ്റിപ്പിരിഞ്ഞ് രണ്ട് സംഘടനയായതോടെ സ്വർണ്ണവിലയിൽ ഉപഭോക്താക്കൾക്ക് കൺഫ്യൂഷൻ ഇപ്പോൾ നിലനിൽക്കുകയാണ്. കാരണം ഇന്നും രണ്ടു കൂട്ടരും വ്യത്യസ്ത വിലകളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈയൊരു വ്യത്യസ്തത പല ആളുകളിലും സംശയം ഉടലെടുക്കാൻ കാരണവുമായി. ഒരു വിഭാഗം പവന് ഏകദേശം 360 രൂപ കുറച്ചപ്പോൾ മറുവിഭാഗം 80 രൂപ കൂട്ടുകയായിരുന്നു. ഇതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇപ്പോൾ വളരെയധികം കൺഫ്യൂഷനും നിലനിൽക്കുന്നുണ്ട്. ബി ഗോവിന്ദൻ ചെയർമാനും ജസ്റ്റിൻ പാലത്ര പ്രസിഡന്റുമായുള്ള സംഘടനയാണ് 360 രൂപ കുറച്ചിരിക്കുന്നത്. 64,160 രൂപയാണ് ഇവരുടെ ഇന്നത്തെ സ്വർണത്തിന്റെ പവന്റെ വില. ഗ്രാമിന് 45 രൂപ കുറഞ്ഞത് 8,020 രൂപയായി മാറുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം എസ് അബ്ദുൾ നാസർ, സുരേന്ദ്രൻ കൊടുവള്ളി എന്നിവർ നേതൃത്വം നൽകുന്ന സംഘടന പവന് 80 രൂപ കൂട്ടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ 64,480 രൂപയാണ് ഇപ്പോൾ പവന്റെ വില. ഗ്രാമിന് 10 രൂപയാണ് ഏകദേശം കൂട്ടിയിരിക്കുന്നത്. ഗ്രാമിന് ഇപ്പോൾ ഏകദേശം 8,060 രൂപയായി മാറിക്കഴിഞ്ഞു. ഇരു കൂട്ടരുടെയും പവൻ വില തമ്മിൽ ഏകദേശം 320 രൂപയുടെ വ്യത്യാസവും നിലനിൽക്കുകയാണ്. ഇന്നലെ ഗോവിന്ദൻ വിഭാഗം 440 രൂപ കൂട്ടിയപ്പോൾ ഗ്രാമിന് 8,065 രൂപയും പവന് 64,520 രൂപയുമായിരുന്നു. അതേസമയം മറുവിഭാഗം ജുവലറികളിൽ ഗ്രാമിന് 8,050 രൂപയും പവന് 64,400 രൂപയുമാക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 25-നാണ് സ്വർണത്തിന് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വില രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രാമിന് 8,075 രൂപയും പവന് 64,600 രൂപയുമായിരുന്നു അന്നത്തെ വില. സ്വർണത്തിന്റെ ആവശ്യക്കാർ ഏറുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്വർണത്തിന് നല്ല മാർക്കറ്റാണ് ഉള്ളത്. എന്നാൽ സ്വർണത്തിന്റെ വില ഉയരുന്നത് സാധാരണക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർണത്തിന്റെ വില വളരെയധികം വ്യത്യാസപ്പെട്ടുകൊണ്ടും ഇരിക്കും. ഓരോ ദിവസവും സ്വർണത്തിന്റെ വില കൂടുന്നു എന്നുള്ള വാർത്തകൾ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. അതിനാൽ ഇനിയും സ്വർണ്ണവില വർദ്ധിക്കുകയാണെങ്കിൽ അത് ആളുകളുടെ സാമ്പത്തിക ശേഷിയെ തകർച്ചയിലെത്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് അത് വളരെയധികം സഹായവും നൽകുന്നുണ്ട്. കേരളത്തിൽ ഇനിയും ഇത്തരത്തിലുള്ള സ്വർണ്ണവില വർധനവ് എങ്ങനെയെല്ലാം ബാധിക്കാം എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്താണെങ്കിലും ഇപ്പോൾ സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ സ്വർണ്ണവില കുറഞ്ഞ പക്ഷത്തിന്റെ കൂടെ ചേരുമെന്നുള്ളതും തീർച്ചയാണ്. സ്വർണം ശുദ്ധമുള്ളതായതുകൊണ്ട് തന്നെ കൃത്യമായ സ്വർണം എല്ലാ കടകളിലും ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്നാലും 80 രൂപ കൂട്ടിയ വിഭാഗത്തിന് അവർക്ക് ലാഭമുണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളതും നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്താണെങ്കിലും സ്വർണം മേടിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നവർ ഉടനെ തന്നെ ഈ ജ്വല്ലറികളിൽ പോയി സ്വർണം മേടിക്കാം. അത് നിങ്ങൾക്ക് കുറച്ച് ലാഭം സൃഷ്ടിക്കും.